അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ കാളകൂട വിഷമാണ് കോൺഗ്രസ് ആണ് എടുത്തണിഞ്ഞത് എന്ന് ഈ എം പി രാജേഷ് പറയുന്നുണ്ട്. ഈ CPM-ന്റെ സഖാക്കന്മാരെ വെട്ടിക്കൊല്ലാൻ നേതൃത്വം നേരിട്ട് കൊടുത്ത OK വാസുവിനെ പോലുള്ള ആളുകളെ ഇവർ സ്വീകരിച്ച് പാർട്ടി കമ്മിറ്റി ഭാരവാഹിയാക്കിയിട്ടുണ്ട്. ഇവർക്ക് ഒരു പ്രയാസവും ഇല്ലേ? സന്ദീപ് വാര്യർ ആരും കൊല്ലാനായിട്ട് നേതൃത്വം കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഇതുവരെ CPM-കാർക്ക് അങ്ങനെ ഒരു ആക്ഷേപവും ഇല്ല. അങ്ങനെ OK വാസുവിനെ പോലുള്ള ആളുകളെ സ്വീകരിച്ച് ഇവർ ആനയിച്ച് പാർട്ടി ഓഫീസിൽ കയറ്റി പാർട്ടിയിൽ പണ്ട് തൊട്ട് പോസ്റ്റ് ഒട്ടിച്ച് മുദ്രാവാക്യം വിളിച്ച് പാർട്ടിക്ക് വേണ്ടിയിട്ട് വെട്ടുകൊണ്ട് മരിക്കാൻ നടന്ന ആളുകളുടെ കുടുംബത്തെക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത ആളുകളാണ് പറയുന്നത് സന്ദീപ് വാര്യർ കാടകുള വിഷമാണെന്ന് പറയുന്നത്. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? ഈ സന്ദീപ് വാര്യരല്ലേ മികച്ച മനുഷ്യനാണ്, നല്ല വ്യക്തിയാണെന്നൊക്കെ CPM-ന്റെ നേതാക്കന്മാർ 1.5 ആഴ്ച മുമ്പ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഇവർക്ക് മാറ്റാൻ പറ്റുക? ആ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുടെ ആ ചിഹ്നമില്ലേ, മറ്റേ ഡോക്ടറുടെ കുഴല്, ആ കുഴല് വെച്ച് പരിശോധിക്കേണ്ടതേ ഈ MP രാജേഷിന്റെയും AK ബാലന്റെയും ഒക്കെ ഇങ്ങനെ പരസ്പരം മാറിപ്പറയുന്ന അഭിപ്രായം പറയുന്ന ഈ രോഗത്തിന് ഒരു ചികിത്സ കൊടുക്കാൻ ആ ഡോക്ടറോട് പറയണം അല്ലെ? പിന്നെ മുഖ്യമന്ത്രിയെ BJP-യെ കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അനൂപേ? കേരളത്തിൽ BJP-ക്കെതിരെ ഒരു അഭിപ്രായം പറയാൻ, ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാൻ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കോ നേരമില്ല. അവർ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെതിരെയാണ്. എവിടെ? 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനെതിരെ പറയുന്നു. 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP-ക്കെതിരെ ഒരു അഭിപ്രായം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല. ഇത് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രന് സംരക്ഷണം കൊടുത്തതുപോലെ, പൂരം കലക്കിയതിൽ BJP-ക്കാർക്ക് സംരക്ഷണം കൊടുത്തതുപോലെ, കാസർഗോഡ് സുന്ദരയ്ക്ക് പണം കൊടുത്ത് കൂറുമാറ്റാൻ ശ്രമിച്ച കേസിൽ, ഇലക്ഷൻ കേസിൽ പോലും അവർക്ക് സംരക്ഷണം കൊടുത്തതുപോലെ BJP-യുമായിട്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസങ്ങൾക്ക് ഇപ്പുറം പോലും BJP-ക്കെതിരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാതെ കോൺഗ്രസിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെയാണ് ഇവര് ശക്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഈ കോൺഗ്രസ് ഇത്ര മോശപ്പെട്ടതാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമേ CPM-ന് ഒറ്റയ്ക്ക് നിന്നിട്ട് കിട്ടിയുള്ളൂ. ബാക്കി ഇന്ത്യയിൽ നിന്ന് ബാക്കി MP-മാരെ ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ കൂടെ പിന്തുണയോടുകൂടിയല്ലേ? കോൺഗ്രസ് ഇത്ര മോശപ്പെട്ട കാര്യമായിരുന്നെങ്കിൽ 5 മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ പോളിറ്റ് ബ്യൂറോ എന്തിനാ കോൺഗ്രസിന്റെ ഓടൊപ്പം നിന്ന് മത്സരിക്കാൻ തീരുമാനമെടുത്തത്? ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഡെമ്മിയാക്കി മാറ്റുകയും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, UDF-ന്റെ സ്ഥാനാർത്ഥിയല്ല. ഞങ്ങൾക്ക് പാലക്കാടുള്ള സ്ഥാനാർത്ഥിയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാധ്യമങ്ങളിലൂടെ വന്ന പേരെന്തായിരുന്നു? സരിൻ എന്ന് പറഞ്ഞ ആള് കൂറുമാറി കൂട്ടബലാത്സംഗ ടീമിലേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ CPM മത്സരിപ്പിക്കാനിരുന്നത് ആരായിരുന്നു? എന്തായാലും പാർട്ടി പ്രവർത്തകനായിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അവരെയൊക്കെ ഡെമ്മിയാക്കി മാറ്റിയ പാർട്ടിയുടെ ആളുകൾ പറയുക സരിന് സന്ദീപ് ഞങ്ങൾ സീറ്റ് വാഗ്ദാനം ചെയ്തു. ഞങ്ങളൊരു ഒറ്റ ഉപാധിയേ ഉള്ളൂ. സന്ദീപ് വാര്യർ സ്നേഹത്തിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തപ്പോൾ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് കൂലി തൊഴിലാളിയുടെ പണി അവസാനിപ്പിക്കണം എന്നുള്ള ഒറ്റ കാര്യമേ ഞങ്ങളുടെ ഉപാധിയുള്ളൂ. സന്ദീപ് വാര്യറിനുള്ള ഉപാധി എന്താ? ഞങ്ങള് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കൂട്ടിച്ചേർത്ത് നിർത്തണമെന്ന, കോൺഗ്രസിലൂടെ എല്ലാവരും കൂട്ടിച്ചേർത്ത് നിർത്തുന്നത് പോലെ സന്ദീപ് വാര്യർക്കും ഇവിടെ ഒരു ഇടമുണ്ടെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അത് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു. അല്ലാതെ ഞങ്ങളുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് ഡെമ്മിയാക്കിക്കൊണ്ട് സന്ദീപ് വാര്യരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എന്തൊരു നാണം കെട്ട വാദം ഇവർ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് BJP-യുടെ ആശയങ്ങൾ സന്ദീപ് വാര്യർ തള്ളി പറഞ്ഞത്, അത് 100% ഞാൻ യോജിക്കുന്നു. ഈ CPM-ന്റെ പ്രതിനിധിക്ക് കൂടി അതൊന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ BJP-യുടെ പ്രതിനിധി ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സന്ദീപ് വാര്യർ 100% BJP-യുടെ ആശയങ്ങൾ തള്ളി പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ വെളിപ്പെടുത്തലുകൾ, ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല, ഒന്നും അനങ്ങിയിട്ടില്ലെന്ന്. സത്യമാണ്. കൊടകര കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഓഫീസിലെ മുൻ ഓഫീസ് സെക്രട്ടറി നടത്തിയ ആ പ്രസ്താവനയിൽ യാതൊരു അനക്കവും കേരളത്തിൽ ഉണ്ടായില്ല. ഈ അനക്കമില്ലാത്തതിന്റെ പേരിലാണ് ഞങ്ങൾ പറഞ്ഞത് കേരളം ഭരിക്കുന്നത് CJP എന്ന് പറഞ്ഞ പാർട്ടിയാണ്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുണിപ്പെട്ടി പരിശോധിക്കാൻ പോയതിന്റെ 4-1 ആവേശമുണ്ടായിരുന്നെങ്കിൽ കൊടകര കുഴൽപ്പണ കേസ് ഈ രാജ്യത്തെ ഇലക്ഷൻ സിസ്റ്റത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയ ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റുമായിരുന്നല്ലോ. അതിൽ CJP-ക്ക് യാതൊരു താല്പര്യവുമില്ല. അവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി CPM-ന്റെ പ്രതിനിധി പറഞ്ഞോടാണ് എനിക്ക് കൂടുതൽ അഭിപ്രായം പറയാനുള്ളത്. ഒന്ന്, വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ സ്ഥാനാർത്ഥിയാകണമെന്ന്. VS അച്യുതാനന്ദന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരുന്നു കൂടി പറയണ്ടേ? ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, വിവരവും വിവേകവും കൂടി വേണം. രാഹുൽ മാങ്കൂട്ടത്തിൽ PhD സ്കോളറാണ്, ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. പക്ഷെ ഞങ്ങൾ ഇത്രയും വലിയ വിദ്യാഭ്യാസം ഉള്ളതാണെന്നും പറഞ്ഞ് നാട്ടിലെ മാധ്യമ പ്രവർത്തകരെ ഉളുപ്പളക്കാൻ നടക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നെറ്റി തൊട്ടിച്ചു വെച്ചുകൊണ്ട് അതിന്റെ പേരിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന്റെ, പൊളിറ്റിക്കൽ നിലപാടിന്റെ പേരിൽ വോട്ട് വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അടുത്തത് താങ്കൾ പറഞ്ഞത് ഈ
SDP ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞില്ലെന്ന്. PDP കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായിട്ട് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ P ജയരാജന്റെ പുസ്തകം ഇറങ്ങിയല്ലോ, PDP മോശക്കാരാണെന്നുള്ള രീതിയിൽ പ്രസ്താവനയോടുള്ള ആ പുസ്തകത്തിൽ പോലും PDP ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ബൈ ഇലക്ഷനിൽ പോലും നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, ഏത് സംഘടനകളായിക്കോട്ടെ, വർഗീയത പറയുന്ന ഒരു സംഘടനയുടെയും ഒരു വ്യക്തിയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ വർഗീയതയിൽ നിന്ന് ആ ആളുകളൊക്കെ കോൺഗ്രസിന്റെ മതേതരത്വത്തിലേക്ക് കൂടുതൽ അടുക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ലെന്നേ. അത്രയും ആളുകൾ വർഗീയതയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ ആളുകൾ വർഗീയതയുടെ പേരിൽ ചിഹ്ന ഭിന്നമായിട്ട് തമ്മിത്തരണമെന്ന് CPM എന്തെത്ര നിർബന്ധം? ഇവിടെ ആളുകൾ RSSൽ നിന്ന് കോൺഗ്രസിലേക്ക് വരട്ടെ, ആളുകൾ മറ്റ് വർഗീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരട്ടെ, കുറെ കൂടി മതേതര ചേരിയിലേക്ക് ആളുകൾ കൂടുന്നതിനെ അഭിസംബോധന ചെയ്ത് അതിനെ അഭിനന്ദിക്കുകയല്ലേ CPM ചെയ്യേണ്ടത്? അതിന് പകരം അവരൊക്കെ വർഗീയ ചേരിയിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നാണോ CPMന്റെ ആവശ്യം? അടുത്തത് താങ്കൾ പറയുന്നത് ഈ SDP ഭയങ്കര മോശപ്പെട്ട പാർട്ടിയാണല്ലോ. പത്തനംതിട്ടയിൽ നിങ്ങളുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടന്നപ്പോൾ പൊരിഞ്ഞ അടിയും പൊട്ടിത്തെറിയുമായിരുന്നു. പാർട്ടി നേതാക്കന്മാർ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്തുകൊണ്ടാണെന്ന് അറിയോ? കോട്ടാങ്ങൽ പഞ്ചായത്തിൽ നിങ്ങൾ ഒന്നിച്ചാ ഭരിക്കുന്നത്, പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ ഒന്നിച്ചാ ഭരിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ, അതായത് നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തത് 2011 ആറന്മുള മണ്ഡലത്തിലെ SDP സ്ഥാനാർത്ഥിയായി നിങ്ങൾ തെരഞ്ഞെടുത്തത്. അതിന്റെ പേരിൽ അവിടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ നിന്ന് പ്രതിനിധികൾ ഇറങ്ങിപ്പോയി. അത് അഡ്രസ് ചെയ്തിട്ട് വേണം അനിൽകുമാർ SDP മോശപ്പെട്ട പാർട്ടിയാണെന്ന് പറയാൻ. ഇനി വെമ്പായം പഞ്ചായത്തിൽ, തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം പഞ്ചായത്തിലെ നിങ്ങളുടെ മഹാരാജാസിലെ ആ വർഗീയതയ്ക്കെതിരെ പോരാടിയ അഭിമന്യു മരിച്ച് പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടക്കുമ്പോ വെമ്പായം പഞ്ചായത്തിൽ അതിന്റെ പിറ്റേന്ന് നിങ്ങൾ SDP ബന്ധപ്പെട്ട് അവരോട് കൂട്ടുചേർന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണം പങ്കിട്ട പാർട്ടിയാ CPM. ഉളുപ്പ് വേണം SDP തള്ളി പറയുമ്പോൾ. നിങ്ങളുടെ മുൻകാല നിലപാട് കൂടി നിങ്ങളൊന്ന് തള്ളി പറഞ്ഞിട്ട് വേണം അത്ര അഭിപ്രായങ്ങൾ പറയാൻ. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ എങ്ങനെ ഭരിച്ചിരുന്നത് അതുകൂടി പറയണ്ടേ? ഇനി ഞാൻ അവിടെ നിർത്തുക. നിങ്ങൾ പറഞ്ഞ പാണക്കാട്ട് പോയ സന്ദീപ് വാര്യരുടെ നിലപാട് മോശമായി പോയി. അത് പാണക്കാട് എന്ന് പറഞ്ഞത് എന്താ കുരങ്ങന്മാരെന്ന് അല്ലെ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാണക്കാട്ടെ തങ്ങളും മുസ്ലിം ലീഗും മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞ കുറെ കുരങ്ങന്മാർ കേരളത്തിലുണ്ടല്ലോ. ആ കുരങ്ങന്മാരൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരല്ലേ? നിങ്ങൾ ആ കുരങ്ങന്മാരെ ആദ്യം തിരുത്തിയിട്ട് വേണം പാണക്കാട്ടെ പോയ കുരങ്ങന്മാരെ എണ്ണം എടുക്കാൻ. മൂത്രമൊഴിക്കാൻ പോയതാണെന്നോ? നിങ്ങളൊക്കെ മൂത്രമൊഴിക്കാൻ പോകുന്നത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മത നേതാക്കന്മാരുടെയും സാമുദായിക നേതാക്കന്മാരുടെയും വീട്ടിലാണോ? അതുകൊണ്ടാണ് CPM, അതുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് സാമുദായിക നേതാക്കന്മാരെ നികിഷ്ടജീവിന്നും പരനാറിയെന്നും കുലംകുത്തിയെന്നൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും. നിങ്ങൾ മൂത്രമൊഴിക്കാൻ പോകുന്ന സാമുദായിക നേതാക്കന്മാർ വീട്ടിലാണോ? നിങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോൾ പറഞ്ഞ എന്താ? SNDPയുടെ വോട്ട് കിട്ടിയില്ല, ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടിയില്ല എന്നൊക്കെയല്ലേ? നിങ്ങൾ നിങ്ങളുടെ സർക്കാരിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞാണ് വോട്ട് മേടിക്കുന്നതെങ്കിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ ഒരു ഗതിയുമില്ലാതെ നട്ടം തിരിയുന്ന കാലത്ത് 1600 രൂപ പെൻഷൻ കൊടുക്കാതെ നിങ്ങൾ നടക്കുന്ന കാലത്ത് 1,05,00,000 ആഡംബര വാഹനത്തിൽ നിങ്ങൾ നവകേരള സദസ്സ് നടത്തി സഞ്ചരിക്കുന്ന കക്കൂസിൽ മുഖ്യമന്ത്രി എടുത്തില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ മറുപടി പറയട്ടെ. ബാബറി മസ്ജിദിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. ബാബറി മസ്ജിദ് തകർക്കാൻ തർക്കമന്ദിരം പൊളിച്ചു മാറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കണം, തർക്കം തീർക്കണം എന്ന് പറഞ്ഞത് EMS നമ്പൂതിരിപ്പാട. ഈ നിമിഷം വരെ CPM ആ നിലപാട് തിരുത്തിയിട്ടുണ്ടോ? നിങ്ങൾ പാണക്കാട്ട് തങ്ങൾമാരുടെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നു. പാണക്കാട്ട് തങ്ങൾമാർ കേരളത്തിലുള്ളതിന്റെ പേരില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടും കേരളത്തിൽ മതചേരി തിരിഞ്ഞുകൊണ്ടുള്ള വർഗീയ കലാപങ്ങൾ ഇല്ലാതെ പോയത്. സംഘപരിവാറിനും നിലമൊരുക്കി കൊടുത്തപ്പോ നിലപാട് സ്വീകരിക്കേണ്ടത് നിങ്ങൾ. ഒരു കാര്യം അനിൽകുമാറിനോട് ചോദിക്കാനുള്ളൂ. ഇവർ പറയുന്നത് ഈ പാർട്ടിയുടെ വലിയ വികസന നേട്ടങ്ങൾ, ഏറ്റവും മികച്ച മനുഷ്യ ജീവിതം കേരളത്തിലാണെന്നാണ് ഇവർ പറയുന്നത്. മണ്ണ് വാരി തിന്നുന്ന പിള്ളേരുണ്ടെന്ന് പറഞ്ഞത് ഇവരുടെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. പെൻഷൻ കിട്ടാത്ത മനുഷ്യർ അതിന്റെ പേരിൽ കോടതിയിൽ പോകുന്നു. റേഷൻ കിട്ടാത്ത കാലഘട്ടം, ഓണത്തിന് പോലും സപ്ലൈക്കോ കാര്യമായിട്ട് മരുന്നുകളില്ല. മരുന്നുകൾക്ക് ഉൾപ്പെടെ ജീവനക്കാർ മരുന്നുകൾക്കും നിത്യോപയോഗ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം. ലൈഫ് മിഷന്റെ വീടുകളുടെ മേൽക്കൂര കാത്തുകിടക്കുന്ന 1,26,000 കുടുംബങ്ങളാണ്. ഇവിടെ ആശുപത്രികളിൽ ലിഫ്റ്റ് കേടായതിന്റെ പേരിൽ CPIയുടെ ഒരു നേതാവാണ് 24 മണിക്കൂർ ലിഫ്റ്റിന്റെ ഉള്ളിൽ ശ്വാസം കിട്ടാതെ പെടഞ്ഞു കിടന്നത്. ഇവിടെ ആർക്കാ പ്രയോറിറ്റി? മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന്റെ അകത്തുള്ള പശുക്കൾക്ക് പ്രയോറിറ്റി ഉണ്ട്, സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്ന ആളുകൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് ഇവർ പറയുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളം.
ഈ ഒന്നാം സ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളിൽ എത്തിച്ച പിണറായി സർക്കാരിന് സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിലോ പാർട്ടിയുടെ പേരിലോ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പാലക്കാട് കിട്ടിയില്ല. അപ്പുറത്തുനിന്ന് ചാടി വന്ന് കൂട്ടബലാത്സംഗ ടീമിലേക്ക് കൂറുമാറിയെത്തിയ ഒരാളെ കാൻഡിഡേറ്റ് ആക്കിക്കൊണ്ട് പറയാം സർക്കാരിന്റെ നേട്ടമാണെന്ന്. എന്ത് നേട്ടം? ഇവിടെ ബാബറി മസ്ജിദിന്റെ കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞു, ഞാൻ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ബാബറി മസ്ജിദ് തർക്കമന്ദിരമാണ്, അത് പൊളിച്ചു മാറ്റി വിഷയം പരിഹരിക്കണമെന്ന് പറഞ്ഞ് EMS നമ്പൂതിരിപ്പാട അത് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ഇതുവരെ CPM-ന്റെ നേതാവ് പോലും തിരുത്തിയിട്ടില്ല. നിങ്ങൾ പാലക്കാട് ചെയ്യുമ്പോ ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെടാൻ കൊടുക്കാൻ പാടില്ല എന്ന് തങ്ങൾമാരാ. ഇവിടെ മുനമ്പം വിഷയത്തിലടക്കം പിണറായി വിജയൻ ഇല്ലാത്ത ആർജവം കാണിച്ചത് പാണക്കാട്ട് തങ്ങൾമാരാ. അവർ കാണിക്കുന്ന മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്ത CJP-യുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേരളം കണ്ട ആദ്യത്തെ RSS മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞത്. നിങ്ങൾ SDPയുടെ RSS-ന്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് അവർ തരുന്നില്ലെന്ന് പറഞ്ഞു. പിന്തുണ വേണ്ടെന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അനിൽകുമാറെ? പിന്നെ RSS-ന്റെ പിന്തുണ CJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറാണ് ഡെമ്മി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സരിനല്ല, ചിഹ്നമില്ലാത്ത പാർട്ടിയില്ലാത്ത സരിനല്ല CJP-യുടെ കാൻഡിഡേറ്റിന് RSS-ന്റെ വോട്ട്. മനസ്സിലായില്ലേ? നിങ്ങളുടെ പിണറായി വിജയൻ പോലും പ്രവർത്തിക്കുന്നത് RSS-ന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കാനാ. കഴിഞ്ഞ പൂരം കലക്കിയതുപോലെ കുഴൽപ്പണ കേസ് ഒതുക്കിയതുപോലെ RSS-ന്റെ കച്ചത്തിൽ ADGP-യുടെ തല കൊണ്ട് ചർച്ച അവസാനിക്കാൻ വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്തായാലും ഒരുപാട് ട്വിസ്റ്റുകൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി